അമ്മയ്ക്കു പിന്നാലെ അച്ഛനും ചെന്താമരയുടെ ക്രൂരതയിൽ കൊല്ലപ്പെട്ടതോടെ അനാഥരായ പെൺമക്കളുടെ ആ നിലവിളി കേരള മനസാക്ഷിയെ ഒന്നാകെ ഉലയ്ക്കുകയാണ്. എന്തിനാ ഇങ്ങനെയുള്ള ആൾക്കാരെ വളർത്തുന്നത്? ഇനി ഞങ്ങൾ എവിടെ പോകും? പോലീസിൽ പ്രതീക്ഷയില്ല. പോലീസുകാർ മാറി മാറി വരുമ്പോൾ എല്ലാം സ്റ്റേഷനിലെത്തി പരാതി നൽകി. പക്ഷേ പോലീസ് ഒന്നും ചെയ്തില്ലെന്ന് മക്കളായ അനഘയും അതുല്യയും പറയുന്നു. പ്രതി നെന്മാറ പോലീസ് പരിധിയിൽ പ്രവേശിക്കരുതെന്ന ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് ചെന്താമര പോത്തുണ്ടിയിലെ വീട്ടിലെത്തി വിവരമറിയിച്ചിട്ടും പോലീസ് കൃത്യമായ നടപടികൾ കൈക്കൊണ്ടില്ല എന്നതും തെളിഞ്ഞു കഴിഞ്ഞു. അത്തരത്തിൽ കേരളത്തെ നടുക്കിയ ഈ ഇരട്ട കൊലപാതകത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ പകൽ പോലെ വ്യക്തമാണ്. കഴിഞ്ഞ ദിവസമാണ് സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തി ജയിലിൽ പോയ പ്രതി ചെന്താമര ജാമ്യത്തിലിറങ്ങി സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. 2019 ഓഗസ്റ്റ് 30-നാണ് സജിത കൊല്ലപ്പെട്ടത്. ചെന്താമരയുടെ ഭാര്യ അയാളുമായി പിരിയാൻ കാരണം സജിതയും കുടുംബവുമാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. കേസിൽ അടുത്ത മാസം വിചാരണ തുടങ്ങാനിരിക്കവെയാണ് പ്രതി ചെന്താമര വിയ്യൂർ ജയിലിൽ നിന്ന് ഇടക്കാല ജാമ്യത്തിലിറങ്ങിയത്. ഡിസംബർ 29-ന് അനഘയും കൊല്ലപ്പെട്ട പിതാവ് സുധാകരനും നെന്മാറ പോലീസിൽ ചെന്താമര ആക്രമിച്ചേക്കാമെന്ന പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് ഈ പരാതി ഗൗരവത്തിലെടുത്തില്ല. നാട്ടുകാരിൽ ചിലരും ചെന്താമരയെ ഭയന്ന് പോലീസിൽ പരാതി നൽകി. ഒടുവിൽ ഭയന്ന പോലെ നെന്മാറയിൽ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊന്ന് പ്രതി വെല്ലുവിളിച്ചത് നമ്മുടെ നിയമ സംവിധാനത്തെ കൂടിയാണ്. ഭാര്യ പിണങ്ങിപ്പോയതിന് കാരണം അയൽക്കാരാണെന്ന തെറ്റിദ്ധാരണയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും ഇതേ വൈരാഗ്യത്തിന്റെ പുറത്താണ് 2019-ൽ സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയതെന്നും നാട്ടുകാരും പറയുന്നുണ്ട്. ചെന്താമര ആക്രമിക്കുമെന്ന ഭീതിയിലാണ് തങ്ങൾ കഴിഞ്ഞിരുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. 2 മാസം മുൻപാണ് പ്രതിയായ ചെന്താമര ജാമ്യത്തിലിറങ്ങിയത്. ചെന്താമര മുൻപ് പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നതായി കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ പറയുന്നു. ചെന്താമരയെ പേടിച്ച് വീട്ടിലേക്ക് വരാറില്ലെന്നും മാറി താമസിക്കുകയായിരുന്നുവെന്നും അഖില പറയുന്നു. സുധാകരൻ തമിഴ്നാട്ടിൽ ഡ്രൈവറാണ്. ക്ഷേമനിധി പെൻഷനുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് വീട്ടിലെത്തിയത്. ചെന്താമര ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ കഴിഞ്ഞ ഡിസംബർ 29-ന് സുരക്ഷ ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് ആ പരാതി കാര്യമാക്കിയില്ല എന്നാണ് അഖിലയുടെ ആരോപണം. മാത്രമല്ല പ്രതി ജനങ്ങൾക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാരുടെ ഒപ്പ് ശേഖരിച്ച് പോലീസിന് പരാതി നൽകിയിരുന്നതായി പ്രദേശവാസികളും പറയുന്നുണ്ട്. ആ പരാതിയും പോലീസ് ഗൗനിച്ചില്ല എന്നാണ് ആക്ഷേപം. ചെന്താമര സൈക്കോയാണെന്നും പുതിയ വസ്ത്രമിട്ട് വീടിന് മുന്നിലൂടെ പോയാലോ വീട്ടിലേക്ക് നോക്കിയാലോ ഫോൺ ചെയ്താലോ വരെ ഇയാൾ അക്രമാസക്തനാകുമെന്നും നാട്ടുകാർ പറയുന്നു. സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപ് പരിസരവാസിയായ മറ്റൊരു സ്ത്രീയെയും ഇയാൾ കൊടുവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. ചെന്താമരയുടെ ഭാര്യയും മകളും കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് പിണങ്ങിപ്പോയിരുന്നു. ഇതിന് കാരണം അയൽവാസികളാണെന്ന തരത്തിലായിരുന്നു ചെന്താമരയുടെ പെരുമാറ്റം. ഇയാൾക്കെതിരെ പരാതി നൽകിയപ്പോൾ ജയിൽ ശിക്ഷ കഴിഞ്ഞ് വന്നയാളെ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു പോലീസിന്റെ മറുപടിയെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അതേസമയം മുൻപ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെന്താമരയെ പോലീസ് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്തിരുന്നുവെന്നും കെ ബാബു MLA വ്യക്തമാക്കി. എന്തെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടായാൽ നടപടിയുണ്ടാകുമെന്നും MLA പറയുന്നുണ്ട്. ഒളിവിൽ പോയ ചെന്താമരയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ ഉൾപ്പെടെ പോലീസിനൊപ്പം പ്രദേശവാസികളും വനത്തിനുള്ളിൽ പ്രവേശിച്ച പ്രതിക്കായി വ്യാപക പരിശോധനകൾ നടത്തിവരികയാണ്. ഇയാൾ അറക്കമലയെന്ന പ്രദേശത്തുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് ഡ്രോൺ ഉപയോഗിച്ചുള്ള പോലീസ് പരിശോധനയും നടത്തുന്നുണ്ട്. നിലവിൽ 4 സംഘങ്ങളായി തിരിഞ്ഞാണ് ചെന്താമരയെ പോലീസ് അന്വേഷിക്കുന്നത്. ഇതിനിടയിൽ പ്രതി ചെന്താമര പാലക്കാട് നഗരത്തിലുണ്ടെന്ന സൂചനയെ തുടർന്ന് നഗരത്തിലും വ്യാപക തിരച്ചിൽ നടക്കുകയാണ്. ആലത്തൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ടൗണിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. കൂടാതെ നഗരത്തിന്റെ മുക്കും മൂലയും വരെ പോലീസ് തിരച്ചിൽ നടത്തുകയാണ്. ചെന്താമരയെ പിടികൂടാൻ ആന്റി നക്സൽ ഫോഴ്സും രംഗത്തെത്തിക്കഴിഞ്ഞു. സംഘം ഉടൻ പ്രതി ഒളിവിൽ കഴിയുന്നുവെന്ന് കരുതുന്ന അരക്കമലയിലും തിരച്ചിൽ നടത്തും. പാലക്കാട് SPയുടെ പ്രത്യേക സ്ക്വാഡും തിരച്ചിലിനായി രംഗത്തുണ്ട്. സംഭവത്തിൽ പോലീസിനുണ്ടായ വീഴ്ചയിൽ ADGP മനോജ് എബ്രഹാം പാലക്കാട് SPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ചെന്താമരയെ ഒരുപക്ഷെ ഉടൻ തന്നെ പിടികൂടാൻ സാധിച്ചാലും ആ കൊടും ക്രൂരതയ്ക്ക് അറിഞ്ഞോ അറിയാതെയോ വഴിയൊരുക്കിയ പോലീസിന്റെ അലംഭാവം അനാഥരാക്കിയത് അച്ഛൻ്റെ തണലിൽ വളരേണ്ട 2 പെൺമക്കളുടെ ജീവിതം കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.